these streets, baby. Wanna play Mario. ബാക്ക് അടിക്കാന്നോ? This nigga has potential. Are you okay? Are you okay? I am fine. നമ്മളുടെ അടുത്ത് ഹായ് ഹലോ എവിടെ ബാക്ക്, എവിടെ ബാക്ക് അടിക്ക്? ഏതാ, ഇതാണോ? വലിയ ആളാവണം എന്നുണ്ടോ? എന്നെ ആൾക്കാര് കണ്ടറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന അത് അപ്പൊ ഇത് തന്നെ ഇങ്ങനെ ഇത് തന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉറപ്പാണോ? കാരണം യു ആർ ഗുഡ് ഗുഡ് അറ്റ് വാട്ട്? ഗുഡ് അറ്റ് എവറിത്തിങ്. അയ്യാ, താങ്ക് യു സോ മച്ച്. ഒഴുക്കി അങ്ങ് ഇറക്കി അങ്ങ്. ഓക്കെ ദെൻ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. ബൈ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാന്ന് പറഞ്ഞു. ഓ, എങ്ങോട്ട് വരാന്ന്? പോയിട്ട് ആ വഴിക്ക് പോയാ പോരെ? കീപ് ദാറ്റ് ചിരി. താങ്ക് യു. ബൈ ബൈ. അതൊക്കെ കേട്ടോ ഗൈസ്, കീപ് ദാറ്റ് ചിരിന്ന്. രാപ്പകലില്ല വാ തുറന്ന് താറാവിനെ പോലെ ചിരിക്കുന്ന എന്നോട് പോലും അവനെ പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് എന്നോട് പോലും കീപ് ദാറ്റ് ചിരിന്ന്. എന്നിട്ട് ഒഴുകി ഒലിക്കുന്നുണ്ട്. ഇതുണ്ടാ മുഖത്ത് പോയിട്ടില്ല, ഒഴുകി ഒലിക്കണുണ്ട് അവന്റെയൊക്കെ. ഓരോ വണ്ടികളൊക്കെ. എടാ ബാബു ഇന്ന് RDR വരാനിരുന്നതാണേ. അവന് പെട്ടെന്ന് ഒരു അർജന്റ് ഹോസ്പിറ്റൽ എമർജൻസി വന്ന്. കള്ളത്തരമല്ല കൈസ്, അവൻ കള്ളത്തരം പറഞ്ഞതല്ല. ഞാനോർത്ത് കോഴിയെ പിടിക്കാൻ വേണ്ടി പോയതായിരിക്കുന്നു. പക്ഷെ ഒരു അർജന്റ് ഇത് വന്ന അവന് ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു. അവൻ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും. ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേക്കിന് പോയിട്ട് വരാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മനസ്സിലായോ? പോയിട്ട് വരുന്നെങ്കിൽ വരട്ടെ, വിഷമിക്കണ്ട അണ്ണാ. എടാ എനിക്കത് വിഷമം, എനിക്കത് ഞാനത്തിന് വിഷമിക്കണേ. എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ സുഖമായിട്ട് ജീവിക്കല്ലേ കുഞ്ഞോട്ട്. ഞാനതിന് സന്തുഷ്ടവാനാണ്. ചെറുതായിട്ടൊക്കെ വിഷമമുണ്ട്. എന്നാലും അത്രയ്ക്ക് അങ്ങനെ കരയാൻ പറ്റിയ വിഷമമൊന്നും ഇല്ല അതെനിക്ക്. എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും വെൽക്കം 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 വെൽക്കം. ഇവനൊക്കെ ഫുൾ ടൈം ഉറി എല്ലാവർക്കും എത്ര നേരമായിട്ട് ഈ പട്ടീനെ കാണുന്നു. എന്റെ ലൈവും കണ്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടാ. അയ്യോ കേട്ടാ താങ്ക് യു സോ മച്ച്. ഒഴുക്കി അങ്ങ് ഇറക്കി അങ്ങ്. ഓക്കെ ദെൻ ഫുഡ് കഴിച്ചോ? ബൈ. അപ്പൊ ഞാൻ പോയിട്ട് എടാ, വേറൊരു കൂട്ടം സന്തോഷം കണ്ടോടാ. അവിടെ ഉള്ളവന്മാർ ഇവിടെ വന്ന് പറഞ്ഞു ബോസ് ലൈവ്, ബോസ് ലൈവ്. എന്നിട്ട് ഇവിടെ ഉള്ളവന്മാർ അവിടെ ചെന്ന് പറഞ്ഞു ഈഗിൾ ലൈവ്, ഈഗിൾ ലൈവ്. എന്നിട്ട് രണ്ടുപേരോട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അടിയാവാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ളൊരു ഞാൻ പറയട്ടെ, ഞങ്ങൾ രണ്ടും ഒന്നാവാൻ പോകണേ. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ പോവാണേ. നോക്കിക്കോണേ, അത് നോക്കിക്കോണേ. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ പോവാണേ. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ പോവാ. കാണിച്ചു തരാം, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളത് പറയുമോ? VC വേണ്ട, ഞാൻ പറഞ്ഞോളാം. നിന്റെ സഹായം വേണ്ട. VC വാ, നിങ്ങളെ ആരുടെ സഹായം വേണ്ട എനിക്ക്. ഞാൻ തന്നെ പറഞ്ഞോളാം. VC വാ. നീ പറയണ്ടാ വെട്ടി, നീ പറയണ്ടാ കണ്ണാ, നീ പറയണ്ടാ, ആരും പറയണ്ടാ, ഞാൻ പറഞ്ഞോളാ. എനിക്ക് ടൈപ്പ് ചെയ്യാറിഞ്ഞൂടെ? ആഹാ, നിന്നെയൊക്കെ ഒറ്റപ്പെടുത്താൻ പോണേ. VC വരൂല്ലേ? ആൾക്കാർ VC പോലെന്ന് പറയുമായിരിക്കും കേട്ടാ. അതെങ്ങനെ ഇവൻ കമന്റ് നോക്കാത്ത ഒരുത്തനാണ് ഇവൻ. അവരാരില്ല. അവ എന്നെ ഒറ്റപ്പെടുത്തി വേറെ ഇതിനകത്ത് പോയടാ. അവ എന്നെ ഒറ്റപ്പെടുത്തിയടാ അവൻ. ഇല്ല ചേട്ടാ, എന്റെ VC എടുത്ത് കേട്ടാ, എന്റെ VC എടുത്തേ. ക്ലിക്ക് ലൈവിനെ ഉണ്ട് ഞാൻ. ക്ലിക്ക് കളിയാ. ഹലോ. എടാ ഞാനിങ്ങനെ ഇവിടെ എടാ ഒമേഗിലല്ലായിരുന്നോ നീ? ഒമേലല്ലായിരുന്നു. ഇല്ല ഞാൻ കണ്ടായിരുന്നു അളിയാ. അതൊന്നും ഒരു കുഴപ്പമില്ല, നല്ല കാര്യം അളിയാ. അതൊക്കെ ഇല്ല, അതൊക്കെ നല്ല കാര്യം അളിയാ. അത് ഈ ചാറ്റിലുള്ളവന്മാരുടെ വിഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തുപ്പണതാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് നിന്റെ അകത്ത് വന്ന് നിന്നെ നോക്കാൻ പറയാ, നിന്റെ അകത്ത് വന്ന് എന്നെ നോക്കാൻ പറയാ. എന്നിട്ട് നമ്മൾ തമ്മിൽ തല്ലെന്ന് കാണണം. അതിനുവേണ്ടി ഇരിക്കുന്ന കുറച്ചവന്മാര്.
ഇവന്മാരെ ഒറ്റപ്പെടുത്തിയാലേ ഇത് നിർത്തത്തുള്ളൂ അളിയ. അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് നീ എന്തൊക്കെ പറഞ്ഞത് ഞാൻ കണ്ടു. ബാക്ക് അടിച്ച് നോക്കി. സത്യം അളിയ, അതാ ഞാൻ പറഞ്ഞേ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് നീ നശിച്ചു പോന്നി. ഞാൻ പറഞ്ഞു നശിച്ചു പോന്നി. ഞാനോ? ആ നീ ചാറ്റിലുള്ളവരാണാ. ചാറ്റിലുള്ളത് വരാതി മോൻ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അളി, അറിയാവോ നിനക്കത്? എടാ അളിയ ഞാൻ വല്ല ചെയ്താലേ എന്റെ CPU 100 പോവാ. 100 മാർക്കായിരിക്കും. 100 മാർക്ക് CPU തന്നേക്കണേ. അറിയാവോ നിനക്ക്? അത് എന്തിനാണെന്നറിയോ? കണ്ടെടുത്ത് കയ്യാലപ്പുറത്ത് കേറാൻ നിൽക്കുന്ന സമയത്ത് സ്ട്രീം ചെയ്ത് PC അപ്ഗ്രേഡ് ചെയ്യണോടാ. നിന്നെ നീയൊക്കെ പിന്നെ എന്തിനു നടക്കണേ? നീ എന്തിനു നടക്കണേ? നീയൊക്കെ ഡ്രോൺ മേടിച്ച് കൊച്ചിക്കൂടെ പറത്തടാ. ഡ്രോൺ മേടിച്ച് കൊച്ചിക്കൂടെ പറത്ത്. ആ പൈസക്ക് ഒരു GPU മേടിച്ച് വെച്ചിടായിരുന്നോ? ചാറ്റിലുള്ളവർ പറയണം നിന്നെ പറ്റി ഇത്ര അപരാധം. അവരാണ് ശരി. നീ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ ആ ഫോർസിൽ ഉണ്ടാക്കുമെന്ന്. അളിയ വീല് വിറ്റിട്ട് പോയ നിന്നോടൊക്കെ ഞാൻ എന്ത് വെല്ലുവിളിക്കാനാ അളിയ? അളിയ വീല ഇവിടെ ഞാൻ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അടുത്തുനിന്ന് റൂമൊക്കെ സെറ്റായി പറഞ്ഞുള്ളൂ. എടുത്ത് വെച്ചിട്ടേ ഒരു കറക്റ്റ് ഒരു അടിയുണ്ട് കേട്ടോ നിന്നെ. ഞാനിങ്ങനെ നിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ഓടിച്ച് നിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ഗ്യാപ്പ് അടിച്ച് കയറുമ്പോഴേ നിന്റെ കൈ വിറക്കല്ലേ അളിയ അന്നേരം? കേട്ടോ നിന്റെ കൈ വിറക്കല്ലേ? എനിക്ക് കൈ വിറക്കല്ലേ. ഇത് ആരെല്ലാം ഒന്ന് ക്ലിപ്പ് ചെയ്യണേ പ്ലീസ്. ഇത് ആരെല്ലാം ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കണേ. അല്ലെ ഇവൻ ഡിലീറ്റ് ചെയ്തോണ്ട് ഓടിക്കളയും. ഇതൊന്ന് ക്ലിപ്പ് ചെയ്യണേ ദയവ് ചെയ്ത്. ഇതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കണേ. എന്നിട്ട് ലാസ്റ്റില് ഞാൻ പറയാം. ഡ്രീമർ കോമ്പീറ്റ് ചെയ്യാൻ പോണത് ഷൗട്ടെക്സ്, ആഷ്, രഘുല് പിന്നെ മുന്നിൽ പോകുന്ന തോന്നുന്നു കേട്ടാ. നിന്റെ ലോബി ഇപ്പൊ അവിടെ ആളിയാ. നീ അവിടുന്ന് മേളിലോട്ട് വരുമ്പോ നമ്മൾ പറയാം. മനസ്സിലായോ? നിന്റെ അടുത്ത ലൈവ് തന്നെ ഈ മാസത്തല്ലേ? അയ്യോ പിന്നെ ഒരു ഇന്ന് 24 PC എല്ലാം ശരിയാക്കി കിട്ടുമ്പോ എനിക്ക് അടുത്ത മാസം. അതാണ് പറഞ്ഞത്. ഓക്കെ എന്നാ വേറൊരു കാര്യം പറയാം. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഡേറ്റ് പറ. ഡേറ്റ് അടുത്ത മാസം പകുതി. അടുത്ത മാസം പകുതിയല്ല, ഞാൻ പറയാം. 10-ാം തീയതി ഒരു ലൈവ് ഇടും. അത് നീ ലൈവ് ഇടണം. അന്ന് പോയിന്റ് ടേബിളിന്റെ ടോപ്പിൽ നമ്മളൊരു 5 കളി കളിക്കും. ആ പോയിന്റ് ടേബിൾ ടോപ്പിൽ നീയാ നിൽക്കുന്നെങ്കിൽ 1 ലക്ഷം രൂപ സ്പോട്ടിൽ അയച്ചു തരും. ആരൊക്കെ കളിക്കുമ്പോ? ഞാന്, ഗോഗു, കാസ്ട്രോ, നീ, ബാക്കി എല്ലാരും, നമ്മളുള്ള എല്ലാരും കൂടെ കളിക്കും. അന്ന് പോയിന്റ് ടേബിൾ ടോപ്പിൽ നീ വരുവാണെങ്കിൽ 1 ലക്ഷം രൂപ ഓൺ ദ സ്പോട്ട് അയച്ചു തരും. അക്കൗണ്ട് അയച്ചു തരും. ഉറപ്പാണ്. അപ്പൊ നീ എനിക്ക് അയച്ചു തരും. നീ തിരിച്ച് 5 പൈസ തരണ്ട. തരാനില്ല. 5 പൈസ തരണ്ട. ഡീൽ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വരും. ഞാനേ ഒരു കോക്പിറ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കട്ടെ. എന്തായാലും കുറച്ച് കാശ് കിട്ടാവുള്ളല്ലേ. അപ്പൊ എന്തായാലും അവരുടെ അടുത്ത് പറഞ്ഞ് നാളെ തന്നെ കോക്പിറ്റിന് ഓർഡർ കൊടുക്കാം. കോക്പിറ്റ് ഒക്കെ വാങ്ങിച്ച് ഒരു 6-9 ബണ്ടിലൂടെ അങ്ങ് ഓർഡർ ചെയ്യാം. എന്തായാലും ഞാൻ അടിക്കും. ഞാൻ ഇത്ര പറയുന്നുള്ളൂ. നിന്റെ കൈ വിറക്കില്ല. ഞാൻ ഗ്യാപ്പ് അടിച്ച് ഫ്രണ്ടിൽ കയറുമ്പോഴേ കൈ വിറക്കില്ല. അന്നേരം നിന്റെ കൈ ഇതാവുന്ന നെറ്റ് ഡിലേ അങ്ങനെ ഗെയിം ഡിലേ ഒന്നും ഒരു എക്സ്ക്യൂസ് പോലും പറയത്തില്ല. വേണ്ടെന്നാ ക്യാഷ് പോവും ബ്രോ. എന്റെ അക്കൗണ്ട് ബാലൻസ് പോലും അത്രയില്ല. എന്നിട്ട് ഞാനിപ്പോ കോൺഫിഡന്റ് ആയിട്ട് വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ എത്ര മണ്ടറാണെന്ന് എനിക്കറിയാം ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിനി പോയിന്റ് ടേബിളിൽ ഞാൻ കേറിയില്ലേലും എന്റെ മുകളിൽ ഗോഗ് പോയിന്റ് ടേബിൾ ഫസ്റ്റിലുണ്ടാവും. അവനെ അടിക്കും, നിന്നെ അടിക്കും, അവനെ അടിക്കും, രണ്ടിനെ അടിക്കും. ഒരു സംശയം ഡീവൻ ഉണ്ടാവും. ഡീവനെയും ഗോട്ടിനെയൊക്കെ വെട്ടിച്ചിട്ട് ഇവൻ അടിക്കത്തില്ല. അത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ലേ. അല്ലെങ്കിൽ ഇനി സംഭവിക്കും റോക്ക് സ്റ്റാർ ലോഗിൻ ചെയ്യാനോ. അല്ലെങ്കിൽ ഇനി ഇവൻ വല്ല പകുതി പൈസ അവർക്ക് കൊടുത്ത് അവരെ രണ്ടുപേരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. എന്നാലും ഇവൻ താഴെ ആയിരിക്കും. എല്ലാരും അടിക്കും. ഇത് എഴുതി വെച്ച ഈ പറയുന്ന ഡേറ്റും ഈ പറയുന്ന സമയവും നീ ഓർത്തിരിക്കാം. പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു. ഡേറ്റ് സമയം ഒന്ന് പറഞ്ഞു പ്ലീസ്. ഞാൻ നോട്ട് പാഡ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഡേറ്റ് 24 ജൂലൈ 24 കഴിഞ്ഞ്. ഇത് പറയുന്ന ഡേറ്റ്. ഓക്കെ 10-13 10-13 24/7/2026
10-14 13 ഡ്രീമർ പറഞ്ഞ വാക്കുകൾ നോട്ട് ചെയ്ത് വെക്കണം എല്ലാരും പ്ലീസ്. ഇതിനു വേണ്ടി ഞാൻ 2 ലക്ഷം മുടക്കിയാലും ആ 1 ലക്ഷം ഞാൻ മേടിക്കും. കേട്ടാ 2 ലക്ഷം മുടക്കാന്ന് പറഞ്ഞാൽ കഴിവുള്ള ആരെങ്കിലും കൊണ്ട് കളിപ്പിക്കാനാണ്. അങ്ങനെയാണ് ഞാൻ തന്നെ വന്ന് കളിക്കാളിയാ നിന്റെ PC-യിൽ. കഴിവുള്ള ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഫേസ് ക്യാം ഇട്ട് എന്റെ കോക്പിറ്റിൽ ഞാൻ 2 കാലും നെകളിച്ച് വെച്ചിരുന്ന് കളിക്കും. നീ ഫേസ് ക്യാം ഇട്ട് കോക്കില് ഞാൻ വേറെ പറയണില്ല ബ്രോ. നിങ്ങൾ എന്താ കളിക്കാൻ പോണേ? ഓൾ ദി ബെസ്റ്റ്. കീപ് ദാറ്റ് ചിരി. കീപ് ദാറ്റ് ചിരി ബ്രോ. ഓക്കേ 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 ഓക്കെ വിട്ടോ പോയി ഇറങ്ങി. 5 വയസ്സില്ലാതെ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മണ്ടനാണെന്ന് എനിക്കറിയാലോ. പിന്നെ അല്ലാതെ ഇത് ബോസ്റ്റൺ ഫാൻസിന് കുറച്ച് ഒഫെൻസീവ് ആയിട്ട് തോന്നും. എന്നാലും അയ്യോ എടാ എൻ്റെ പാസ്വേഡ് മറന്നുപോയി ഗൈസ്. ഞാൻ ഇന്നത്തെ എൻ്റെ പ്രശ്നം അതാണ്. റോക്ക് സ്റ്റാറിന്റെ പാസ്വേഡ് മറന്നുപോയി. ഇന്നത്തെ എൻ്റെ പ്രശ്നം അതാണ്. ലൈറ്റ് ഓഫ് ആയി. ഇല്ല ലൈറ്റ് ഉണ്ട് ഇത് കണ്ട ലൈറ്റ് ഉണ്ട്. അതിന് വെട്ടം കുറഞ്ഞിട്ടുണ്ടോ? അതിന് അതൊരു പറ്റിപ്പ് ലൈറ്റ് ആയിരുന്നു. അതൊരു ലൈറ്റ് ഓഫ് ആയില്ലടാ. ലൈറ്റ് അവിടെ ഉണ്ടടാ. അതിന് വെട്ടം കുറഞ്ഞതാടാ. അതിന് വെട്ടം കുറഞ്ഞു പോയതാ. ഫേസ് ക്യാം കുറച്ച് പൊങ്ങിപ്പോയി അല്ലേ? നമുക്ക് കുറച്ച് താക്കാം. സിറ്റി പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പണിത് വരാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് ഇതാകും. പക്ഷെ ഉടനെ നമ്മള് മീൻവൈൽ സിറ്റി ഇല്ലാത്ത സമയത്ത് നമുക്കൊരു നല്ല ടൂർണമെന്റ് നടത്തിയാലോ എന്ന് വിചാരിക്കുകയാണ്. കാരണം RP റിലേറ്റഡ് ആയിട്ടുള്ള ഒരു PvP ടൂർണമെന്റ്, നമ്മുടെ കലാശക്കൊട്ടൊക്കെ പോലത്തെ. അതാകുമ്പോൾ ഈ PvP കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എൻഗേജ്ഡ് ആവും. ഇതാവും. നമുക്ക് എല്ലാ ടീമിനെയും കൂടെ വിളിച്ച് നല്ലൊരു ടൂർണമെന്റ് അങ്ങ് നടത്തിയാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ അതിന് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടണം. അതിന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും സെറ്റാക്കാം. ബാലന്റെ വീഡിയോ എന്താ? BMW അപ്ഡേറ്റ്. BMW പണിതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് ചെറുതായിട്ട് ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ആ വണ്ടിക്ക് തുമ്മലും ചീറ്റിലും കുറച്ചുണ്ടെങ്കിലും നമ്മൾ അവനെ എങ്ങനെ വിട്ട് കളയാൻ പാടില്ലല്ലോ. പയ്യൻ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്ത് കഴിയുമ്പോൾ സ്പോർട്സിൽ നിന്ന് നേരെ ഈക്കോയിലോട്ട് വരിക. അത് നമ്മൾ ഫിക്സ് ചെയ്തു. പക്ഷേ ഇന്ന് വൈകുന്നേരം ആയിരുന്നു അതിൻ്റെ ഫിക്സ്. ഇന്ന് വൈകുന്നേരത്തെ ഫിക്സ് കഴിഞ്ഞു. പിന്നെ ആ ഇടിയിൽ ബമ്പർ ഇത് ഇങ്ങനെയായി പോയായിരുന്നല്ലോ. എൻ്റെ ഒരു കലാവിരുതായിരുന്നേ അത്. ഈ ബമ്പർ ഇങ്ങനെയായി പോയ സ്ഥിതിക്ക് അതൊരു കസ്റ്റം ബമ്പറും കൂടെ ആയതുകൊണ്ട് ഈ കസ്റ്റം ബമ്പർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ബമ്പർ വരാൻ കുറച്ച് സമയം എടുക്കും. അത് മാത്രമേ ഉള്ളൂ. ഇനി ലാസ്റ്റ് അതും കൂടെ ഉള്ളൂ. ഇനി ആ ബമ്പറും കൂടെ ഒന്ന് കിട്ടിയാൽ വണ്ടി ഇനി ഇറങ്ങും. അത് കിട്ടിയിട്ട് വേണം വീണ്ടും കയറ്റാൻ. ബാലിന്റെ വീഡിയോ കാണാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണാം. ബാലിന്റെ വീഡിയോ കാണാം ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് കാണാം. ചില്ല. BMW അങ്കമാലി റൈറ്റ്. അങ്കമാലി TTS അങ്കമാലി. ഇനി ഓരോ അപ്ഡേറ്റ് ബസ്സും വെള്ളവും പ്രൈവറ്റ് ജെറ്റും ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നമാര്. അവന്റെയൊക്കെ ബസ് നീയൊക്കെ മേടിച്ചാ ഞാൻ കൊണ്ടു നടന്നോളാം. അത്രയ്ക്ക് നിനക്കൊക്കെ ബസ് ഞാൻ വേണമെന്നുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ. പ്രോഫിറ്റ് ഒന്നും തരൂല. അതെല്ലാം ഞാൻ തന്നെ എടുക്കും. എനിക്കൊരു ബസ് മേടിച്ചു തന്നാൽ ഞാൻ കൊണ്ടു നടക്കാം. പോളോ ആരുടെയാ? എടാ അത് കിരൺ ചേട്ടന്റെ പോളോ. ഓർമ്മയില്ലേ? ഇന്നലത്തെ ലൈവ് കണ്ടില്ലേ? ബെറ്റ് വെച്ച് പൈസ പോയില്ലേ? പുള്ളിക്ക് വണ്ടിക്ക് എക്സോസ് അടിച്ച് കൊടുക്കണ്ടേ? കിരൺ ചേട്ടന്റെ പോളോ എക്സോസ് അടിക്കാൻ കൊണ്ട് കൊടുത്തു. യു ഹാവ് ടു ഹാവ് സ്റ്റീം ഓപ്പൺ. എന്തൊക്കെ റൂളാ ഇവനൊക്കെ. ബെറ്റ് വെച്ച് ആ പൈസക്ക് എന്റെ വണ്ടിയിൽ ഞാൻ ഒരു മാപ്പ് ചെയ്യാതാ മതിയായിരുന്നു. എന്ത് കാര്യത്തിന്? എടാ നീ പൊട്ടനാണോ? എന്താ യോഗി? ആദ്യം സ്റ്റീം അല്ലേ ഓപ്പൺ ആക്കണ്ടേ? ജോഗി 5 ഒന്നും കളിക്കാൻ സ്റ്റീം ഒന്നും ഓപ്പൺ ആയില്ലെങ്കിലും ട്രെയിൽ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഇത് പക്ഷേ ഞാൻ 4 സ്റ്റോപ്പ് കൊടുത്തു സ്റ്റീം. ഞാനത് ഓർത്തില്ല.
ഞാനത് ഓർക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു പോയത്. മനസ്സിലായോ? സൈഡിൽ ആരാ? സൈഡിൽ പൂച്ചക്കുട്ടി, മോഡറേറ്റർ പൂച്ചക്കുട്ടി. റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റ്. റിക്രൂട്ട്മെന്റ് അനൗൺസ്മെന്റ് നമ്മുടെ സെർവർ ലോഞ്ച് ആവുന്ന ദിവസം എക്സലാൻഡിസി തന്നെ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ എന്തായാലും നമ്മുടെ റിക്രൂട്ട്മെന്റ് എക്സലാൻഡിസിലല്ലേ, ആ റിക്രൂട്ട്മെന്റ് ഇടാൻ വേണ്ടി വേറൊരു സെർവറിൽ എന്തായാലും പോകുന്നില്ല. റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് സെർവർ അപ്പായത് അന്ന് നമ്മൾ അനൗൺസ് ചെയ്യും. ജോക്കി നമുക്ക് പാർട്ണർഷിപ്പിൽ ഒരു ബസ് മേടിച്ചാലോ ജോക്കി? ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ആഗ്രഹമുണ്ട്. ജോക്കി എന്നോട് ഒരു പാർട്ണർ ആവാമെങ്കിൽ എനിക്ക് ബസിന്റെ അലോയ് മേടിക്കാനുള്ള പൈസ കാണത്തുള്ളൂ എന്റെ. ബസിന്റെ അലോയ്ക്ക് തന്നെ ഒരു അലോയും ടയറും തന്നെ ഒരു 5-6 ലക്ഷം രൂപയാവും ജോക്കി. ഒരു ബസ് മറ്റേ പാട്ടൊക്കെ ഇട്ട് മറ്റേ സെറ്റപ്പ് ആക്കി ഇറക്കി എത്ര രൂപ വേണ്ടി വരും? 80 ലക്ഷം. അവന്റെ ബസ് കൊണ്ട് വന്നേക്കണം അവൻ. 1 കോടി രൂപയാവുന്നു. 1 കോടി ആവല്ലേ ജോക്കി? ഞാൻ പറയാം ജോക്കി, 40 ഇടാവോ? ഞാൻ 60 ലോൺ എടുക്കാം. 40 ലക്ഷം പോയിട്ട് 40,000 രൂപ എന്റെ എടുക്കാനില്ല. അപ്പോഴാണ് നിനക്ക് ബസ് ഉണ്ടാക്കാൻ 40 ലക്ഷം അങ്ങോട്ട് ഇടുന്നത്. എന്നിട്ടാണോ ജോക്കി ഇന്നലെ ബെറ്റ് വെച്ച് അത്രയും പൈസ കളഞ്ഞേ? ഇതൊക്കെ ദൂത്തല്ലേ? അത് കൊടുക്കുന്നില്ലല്ലോ. ഞാൻ അറിഞ്ഞോടാ അത് കൊടുക്കും. പക്ഷെ ഞാൻ വിചാരിച്ചോടാ മൊണ്ണ എന്താ നീ തോക്കൂന്ന്. ജോക്കി 5,000 കൂടെ കിട്ടും. പിന്നെ നിങ്ങൾ ഇന്നലെ വന്നിട്ട് ആ സൺഗ്ലാസ് വെച്ച് കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവനാണ് ഇരുട്ടത്ത് തപ്പുന്ന റേസിംഗ്, ഞാനാണ് ഞാൻ തന്നെ പറഞ്ഞില്ലേടാ അത് ഊരിക്കളയാൻ. ജോക്കി അത് ഞാൻ മാൻ ഓഫ് വേർഡ്സ് അല്ലേ ജോക്കി? ഞാൻ മാൻ ഓഫ് വേർഡ്സ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലൈവ് എൻഡ് ചെയ്യാതെ കണ്ണാടി ഊരില്ല. ഗതികേട് ഇന്നലെ 7 മണിക്കൂർ 8 മണിക്കൂർ ലൈവ് ഇട്ട് പൊട്ടനെ പോലെ കണ്ണാടി വെച്ച് 8 മണിക്കൂർ ഇരുന്ന്. ഒരു കാര്യം ചെയ്യാം, 5 നീ അടുത്ത ദിവസം കളിക്കുന്ന സമയത്തെ 5 ഒന്നും കൂടെ അങ്ങ് വെറ്റി വെച്ചിട്ട് നീ അങ്ങ് ജയിച്ചാ 10 ആവും. അപ്പൊ അവന്റെ അക്കൗണ്ടിൽ 10 ആവും ജോക്കി. അല്ലാതെ വേറെ ഒന്നും അപ്പൊ നിനക്ക് തോപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ് നീ പറയുന്നത്. ആണെങ്കിൽ കണ്ണാടി വെച്ച് കളിക്കാൻ കണ്ണാടി ഊരി വെച്ച് കളിക്കുക. ഞാൻ ജയിച്ചു ജോക്കി. ഒരു വേണമെങ്കിൽ 20,000 വേണ്ട ജോക്കി വേണമെങ്കിൽ ഒരു 20,000 രൂപ ധൈര്യം അത്രയ്ക്ക് വിശ്വാസമുള്ളൂ എന്നെ. അത്രയ്ക്ക് വിശ്വാസക്കുറവിന്റെ അല്ല, മനസ്സിലായോ? അവൻ തിരിച്ചു തരത്തില്ല. തിരിച്ച് 2,500 പറഞ്ഞവന് ഞാനതിന് 40,000 രൂപ കൊടുക്കണം. ഇന്നലത്തെ പോയിന്റ് ടേബിൾ എത്രയായിരുന്നു? ഉറങ്ങിപ്പോയി ബ്രോ. ഇന്നലത്തെ പോയിന്റ് ടേബിൾ ഞാൻ 1ാമത് വിത്ത് 11 പോയിന്റ്സ്. എന്താ